ശ്രീ സജീവൻ, ഈ നവകേരള സദസ്സ് ആ യാത്ര അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്രയുടെ ഒരു ഇമ്പാക്റ്റ് താങ്കൾ കാണുന്നത് എങ്ങനെയാണ്? സർക്കാരിന് ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണയുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പതിവില്ലാത്ത വിധം ഇതാദ്യമായി ജനങ്ങളോട് വിശദീകരിക്കുന്നു. അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കപ്പുറം തന്നെ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ന നിലയിലാണ് മുഖ്യമന്ത്രി ആ കാര്യങ്ങളെ സമീപിച്ചിട്ടുള്ളത്. നിജേഷ് പറഞ്ഞതുപോലെ അല്ല സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി 140 മണ്ഡലങ്ങളിലും ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച്. മറുഭാഗത്ത് യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ CPIM-ഉം കോൺഗ്രസുമൊക്കെ ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ, BJP-ക്കെതിരെ, മോദി സർക്കാരിനെതിരെ, ആ വിഷയങ്ങൾ കേരളത്തിൻ്റെതായ പ്രശ്നങ്ങളായി വരുമ്പോൾ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അതിനെ ആ മട്ടിൽ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ യാത്ര ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ MP-മാർ ലോക്സഭയിൽ വളരെ വേഗത്തിൽ ചില നടപടികൾ നീക്കുന്ന സ്വഭാവം ഒക്കെ കാട്ടുകയുണ്ട്. അത് നേരത്തെ അരുൺ സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഉയരുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ അമേഠിയിൽ തോറ്റ രാഹുൽ ഗാന്ധിക്ക് പാർലമെൻറ്റിലെത്താനായത്, ലോക്സഭയിലെത്താനായത് വയനാട്ടിലൂടെയാണ്. ഈ യോഗങ്ങളിൽ മന്ത്രിമാരൊക്കെ ചോദിക്കുന്നത് കണ്ടു, ഇന്ന് ഞാൻ കേട്ടു. അതായത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ദേശീയ നേതാവ്, ഖാർഗെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെന്ന് കോട്ട് ചെയ്ത് പറഞ്ഞ അരുൺ കേട്ടല്ലോ. രാഹുൽ ഗാന്ധി കേരളത്തിൻ്റെ ഈ പൊതുവായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയോട് അതിശക്തമായി കേരളത്തിന് വേണ്ടി ഒരു നിലപാടെടുത്തിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു സർക്കാർ അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹം കേരളത്തിലെ 18 UDF MP-മാരിൽ ഒരാൾ മാത്രമല്ലല്ലോ, പക്ഷേ അദ്ദേഹം വയനാടിൻ്റെ MP-ആയി കേരളത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നതുകൂടിയുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ളൊരു സാഹചര്യം രൂപപ്പെട്ടു. കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നതിനിട വന്നു. എന്നാൽ UDF ഏറ്റവും അധികം, പ്രത്യേകിച്ച് കോൺഗ്രസ് ഫോക്കസ് ചെയ്യുന്നത് അതിനിടയിലുണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള സർക്കാരിൻ്റെ സമീപനം എന്നതിലേക്ക് മാത്രമായി പരിമിതപ്പെടുന്നു. ശ്രീ സജീവൻ, നമ്മളിതിനെ നവകേരള സദസ്സിനെ കാണേണ്ടത്, അതിന്റെ നേട്ടവും കോട്ടവും വിലയിരുത്തേണ്ടത് അതിന്റെ നവകേരള സദസ്സ് ആരംഭിക്കുന്ന ഘട്ടം മുതൽ ഈ അവസാന ഘട്ടത്തിൽ പോലും ഉള്ള 2 രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെ വെച്ചുകൊണ്ടാണ്. ഒന്ന്, ഇന്ന് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ, അരുണും താങ്കളൊക്കെ പറഞ്ഞ പോലെ, കേരളത്തെ ഞെരുക്കി കൊല്ലുന്ന, സാമ്പത്തികമായിട്ട് വല്ലാതെ ഞെരുക്കത്തിലാക്കുന്ന കേന്ദ്രത്തിന്റെ നിലപാട്. അത് ഓരോ കാര്യത്തിലും കേരളത്തിന് മാത്രമല്ല, BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾ മുഴുവൻ ഞെക്കിക്കൊല്ലുക എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അതിൽ കേരളത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും നമുക്കിവിടെ മറ്റു തരത്തിൽ വ്യവസായങ്ങൾ ധാരാളം ഇല്ലാത്ത സംസ്ഥാനമാണ്. അങ്ങനെ സംസ്ഥാനത്ത് നിന്ന് ഒറിജിനേറ്റ് ചെയ്യാവുന്ന സാമ്പത്തിക സ്രോതസ് വളരെ കുറവാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഉള്ളത് കിട്ടുക, കേന്ദ്ര വിഹിതം കിട്ടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം നമ്മളെ പരമാവധി ഞെരുക്കിക്കൊല്ലുന്ന രൂപത്തിലുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഗവർണർ ഉപയോഗിച്ചിട്ട്, അതിവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലും പഞ്ചാബിലും ബംഗാളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഈ ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വെല്ലുവിളികൾ, അതിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ. പക്ഷേ ശ്രീ സജീവൻ, അതിൽ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ തമിഴ്നാട്ടിൽ BJP-യെ സംബന്ധിച്ച് അവരൊരു ശക്തമായ മുന്നണിയുടെ ഭാഗമാണ്. അവർക്ക് എന്തെങ്കിലും ഒരു സീറ്റ് ലഭിക്കാം, അവർക്കൊരു നല്ല മുന്നണി, AIADMK പോലൊരു ശക്തമായ ഘടകകക്ഷി അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുന്നണി സംവിധാനമുണ്ട്. ബംഗാളിലേക്ക് പോയാൽ തൃണമൂലിനെ എതിരിടുന്ന BJP-ക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. കർണാടകയിൽ പ്രതിപക്ഷത്താണെങ്കിലും അവർക്ക് നാളെ ഒരു കാലത്ത് ഭരണത്തിലേക്ക് വരാമെന്ന പ്രതീക്ഷയുള്ള സംസ്ഥാനം. അപ്പോൾ ആ സംസ്ഥാനങ്ങളെ കേരളത്തെ സമീപിക്കുന്ന വിധം പൂർണ്ണമായും ശ്വാസം മുട്ടിക്കുന്നുണ്ടോ? ഇപ്പോൾ കർണാടകത്തിൽ കഴിഞ്ഞ ബജറ്റിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരൾച്ചയ്ക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് വെച്ചു. അപ്പോൾ ഭരണത്തിലേക്ക് തിരിച്ചു വരാമെന്ന ചിന്തയുള്ള ഇതര സംസ്ഥാനങ്ങളിലൊക്കെ അവർ പ്രതിപക്ഷത്തായാലും കുറെ കൂടി ലിബറലായിട്ടുള്ള ഒരു ലീനിയൻ വ്യൂ ഇല്ലേ, കാഴ്ചപ്പാടില്ലേ, സാമ്പത്തികമായ സഹായമില്ലേ? പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ അതല്ലല്ലോ സ്ഥിതി. കേരളത്തിൽ ഒരു MLA പോലുമില്ല, ഒരു MP പോലുമില്ല, ആ സാധ്യതകളും വളരെ കുറവാണ് എന്ന് വരുന്നതോടെ വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള, വളരെ കടുത്ത നടപടിയിലേക്ക് ഒരു സർക്കാർ പോകുന്നു. സാമ്പത്തികമായി നമ്മളെ വല്ലാതെ അത് ബാധിക്കുന്നു എന്ന് വരുന്നൊരു സാഹചര്യമില്ല. അത് മറ്റ് സംസ്ഥാനങ്ങളുമായി അത്ര കണ്ട് താരതമ്യം ഉചിതമാണോ? ശരിയാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത്ര ഭീകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഈ 2 പശ്ചാത്തലങ്ങൾ വെച്ചുകൊണ്ട്, ഒന്ന് ഗവർണർ ഉപയോഗിച്ചുകൊണ്ടുള്ളത്, ഒന്ന് സാമ്പത്തികമായിട്ട് തകർക്കുന്നത്. അപ്പൊ സാമ്പത്തികമായി തകർക്കുന്ന കാര്യം താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, പ്രതാപൻ പറഞ്ഞു, കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു, ഖർഗെ പറഞ്ഞു, ഇവരെല്ലാം പറയുന്നൊരു കാര്യം ഇത് തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ നവകേരള സദസ്സുമായിട്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന മന്ത്രിമാരുടെ മുഴുവൻ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും, അവർ ഓരോ നിയോജക മണ്ഡലത്തിലും വെച്ച് ജനങ്ങളോട് ഇക്കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. പ്രഭാത സദസ്സിൽ ഇക്കാര്യം പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതിന് ശേഷം നടത്തുന്ന പത്രസമ്മേളനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. സർക്കാരിന് ജനങ്ങളോട് പറയാൻ വേണ്ട കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങളെല്ലാം
കാരണം നമുക്കറിയാം ഇതിനു മുമ്പേ സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള കുറെ വിമർശനങ്ങൾ പ്രതിപക്ഷം കൊണ്ടുവന്നിരുന്നു. ഇതിനൊക്കെയുള്ള മറുപടി കൃത്യമായിട്ട് ദിവസങ്ങൾ എടുത്തുകൊണ്ട് വളരെ വിശദമായിട്ട് പൊതുസമ്മേളനത്തിലാണെങ്കിലും അത് കഴിഞ്ഞിട്ട് പ്രഭാത സദസ്സിലാണെങ്കിലും അതല്ലെങ്കിൽ പത്രസമ്മേളനത്തിലാണെങ്കിലും വിശദമായി പറയാനുള്ള അവസരം കിട്ടുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ജനങ്ങളുടെ മുമ്പാകെ ഇത് അവതരിപ്പിക്കാൻ അവസരം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് നേട്ടം. നമ്മളെ ഇപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയിൽ കരിങ്കൊടിയുണ്ടോ, അവിടെ തടഞ്ഞിട്ടുണ്ടോ, ആളുകൾ അടിച്ചിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളെക്കാളൊക്കെ അപ്പുറത്തുള്ളത് ഇത് ജനങ്ങൾ ഈ വിളിച്ചു കൂട്ടുന്ന ആളുകൾ, എത്തിച്ചേരുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് പ്രത്യേകിച്ച് CPM അണികൾക്ക് അല്ലെങ്കിൽ LDFന്റെ അണികൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യമുള്ളത് മഞ്ചേശ്വരം മുതൽ ഇന്ന് നടന്നിട്ടുള്ള നവകേരള സദസ്സിൽ പോലും ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ LDFന്റെ മെഷീനറി, പ്രത്യേകിച്ച് CPMന്റെ സംവിധാനം വളരെ ദിവസങ്ങൾ എടുത്തുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർക്കിടയിൽ വലിയ ഒരു ഊർജം സംഭരിച്ചു വെക്കാൻ ഇതുവരെ സാധാരണ രീതിയിൽ ഭരണമില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതൊരു പാർട്ടിയിലാണെങ്കിലും ഉറക്കച്ചടവ് സ്വാഭാവികമാണ്. ഈ ഉറക്കച്ചടവ് മുഴുവൻ മാറ്റിയിട്ട് പാർട്ടി സംവിധാനത്തെ ശക്തമാക്കാൻ നമ്മളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നല്ല. അവര് വളരെ രാപ്പകൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ആ സംവിധാനം ഒരുക്കി വെക്കാനുള്ള സാധ്യതയും ഉണ്ടായി. രണ്ട് കാര്യങ്ങൾ, സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ, സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നേരിട്ട് ജനങ്ങളുണ്ട്. പലപ്പോഴും മാധ്യമങ്ങളുടെ ഇത് വരണമെന്നില്ല, പല മാധ്യമങ്ങളും വളച്ചൊടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നേരിട്ട് ജനങ്ങളോട് പറയാൻ പറ്റുന്നു. രണ്ടാമത്തേത് ഈ പാർട്ടി സംവിധാനത്തെയും മുന്നണി സംവിധാനത്തെയും ഊർജ്ജസ്വലമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ട് നേട്ടങ്ങൾ തന്നെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാലും LDF ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ രണ്ട് നേട്ടമാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു താങ്കൾ അടുത്ത റൗണ്ടിൽ വരും. ഓക്കെ, അത് രാഷ്ട്രീയമായി നോക്കിയാൽ ഇടതുമുന്നണി അങ്ങനെ കൂടി ചെയ്യുന്നു എന്നുള്ളതാണ്.